കുടിച്ചിക്കങ്ങള് പറയും കുടിച്ചിക്കുക അല്ല മനുഷ്യ നിങ്ങളിപ്പോൾ എന്താ കാട്ടിയത്? മീനിപ്പോൾ തിന്നോ വേറെ പൊരിച്ചാണ്ട് ചോറ് തിന്നോ അതും കുഴപ്പമില്ല. ചോറ് ഇനി വൈകുന്നേരത്തിനുണ്ട് വേറെ. ഈ കറി നല്ല പരിപ്പും ചേമ്പും ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയായിരുന്നു കേട്ടോ. ഒരു കലം നിറച്ചതാ ഇവിടം വരെ ഉണ്ടാക്കിയിരുന്നു. ആ കറി മുഴുവനും അങ്ങോട്ട് കുടിച്ചിക്കങ്ങള് പറയും കുടിച്ചിക്കുക. ഇനി വൈകുന്നേരത്തിന് എന്താ കണ്ടിക്കണ? ഞാനേക്ക് വെള്ളം പറഞ്ഞാണ്ട് കുറച്ച് ഉപ്പിട്ടിടന്ന് കിട്ടും. നിങ്ങൾ തിന്നൂലേ? ഇല്ലേ? എന്തേ വല്ലാത്തൊരു സാധനട്ടങ്ങള്. ഞാനിന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ എന്നോട് കുറച്ച് ചോറുണ്ടാ, ഞാൻ ചോറ് ഇട്ടെടുത്തു. ഈ കറിക്ക് നോക്കുമ്പോളേ ഇതിൻ്റെ മുന്നുണ്ടാക്കിയ മിഞ്ഞാന്ന് ഞാൻ ഇതേപോലത്തെ ചേമ്പ് കറി ഉണ്ടാക്കിയിരുന്നു. അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് തെങ്ങുംതൊടൂല് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഇതിപ്പോൾ എന്താണ് ഇപ്പം നിങ്ങൾക്ക് എന്താ ടേസ്റ്റ് തോന്നിയത്? പുളി. പിന്നെ എന്താ തിന്നത് പറയാം. നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയോ? ശനകപ്പപ്പും പിന്നെ ചാമകട്ട അരുവി. ചാമകട്ട തെലുഗു മേന, അരുവി ഹേന ഹിന്ദി മേ മലയാളത്തിൽ ചേമ്പ് കേട്ടോ. അപ്പം ഇതാണ് തിന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കറി നിങ്ങൾ കൂട്ടിക്കണോ? ഇല്ല. നിങ്ങൾക്ക് ആരുണ്ടാക്കി തന്ന്? ഏയ് അങ്ങനെ പറയരുത്. തണ്ടാകെ കളഞ്ഞു സീന്. ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതൊന്നുമല്ല, ഞാനും കൂടെ വെറുതെ പറഞ്ഞതാണ്. ഇത് ഞാൻ ഇച്ചിങ്ങനെ തോന്നി, ഇങ്ങനെ ഉപ്പും മുളകും കുറച്ച് പുളിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാലോ എന്ന് തോന്നി. ഞാനപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ऐसा कभी नहीं बनाने का तुम खाते हैं घर में? देखो नहीं बाप कल ही मेरे को देने के टाइम पे क्या बोला था मालूम है? ये क्या बोले तो वैसा मैं अच्छा बनाया नहीं बनाती नहीं बोल के नहीं बनाए तो भी तुम लोग नहीं खाते थे. एक बार क्या है बोल के देखना ना. इसमें कभी कुकर में बनाते थे. अभी देखे कभी देखे तो तुम इसमें बनाए तो मट्टी का बुआरा बोल के बोलते. अभी कुछ भी मट्टी का बू नहीं आई तुम्हारे को? मट्टी का बू नहीं आया इसमें. नहीं आई पुलिया बोल के होगा. ഇനിയിപ്പോൾ ഈ കറി കുട്ടികൾ സ്കൂളിട്ട് വന്നാൽ ഓൽക്ക് രണ്ടാക്കും ചോറ് കഴിച്ചാലുള്ള കറിയുണ്ട്. ഇത് രണ്ടും അതും കൂടി കഴിഞ്ഞിക്കണമെങ്കിൽ എന്തായി? ഈ കറി തീർന്നു. പിന്നെ നല്ല ഇതൊക്കെ ചീരമുളകും എന്താ പറയുക ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയതേനു കേട്ടോ. അയില മീൻ പൊരിച്ചതേന്നു. അത് കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തിന് വേറെ ഉണ്ട്. മീനൊക്കെ ഉണ്ട്. മീനൊക്കെ ഒരു കഥയാണ്. ഇവിടെ ചട്ടി മീൻ ഇതിലൊരു ഇത്രക്ക് മീൻ പൊരിച്ച് വെച്ച് കൊടുത്തിക്കണമെങ്കിൽ അത് മുഴുവൻ തിന്നും. ഇങ്ങോട്ട് എന്താ നിങ്ങൾ പറയല്? ക്യാ ബോലത്തെ किसको किसको आना बोले तो निकाल के लगाओ, नहीं तो पूरा खा लेते. ऐसे है ना, साहब मेरे तो खाते रहते. ताड़ी बढ़ रहा नहीं है वो बोल के पूरा बैठ के खा लेते. खाने के टाइम ये ना खाते हैं, फिर बार बार खा लेते तो नहीं बैठते ना. कितना होशियार है ये सालन. अभी देख रहा हूँ मैं. अब इसमें शाम के टाइम पे मैं साइड भी पानी डाल देती हूँ. फिर क्या करते हैं पूरा टेस्ट रहने दो, नको रहने दो. क्या करना फिर? उधर रहने दो, उधर लगाओ. वो बाहर फेंकने का है. അങ്ങനെ നമ്മൾ ഇതൊക്കെ എന്താ ഇതുണ്ടാക്കിയിരുന്നു കേട്ടോ. എന്താ പറയുക, ക്യാ ബോലത്തെ ജി ഉസ്കോ, എന്താ പറയുക ഇത് കൽത്തപ്പം ഉണ്ടാക്കിക്കണം കേട്ടോ. കൽത്തപ്പം എപ്പോഴും ഉണ്ടാക്കിയാലും ശരിയാവരില്ല. അപ്പം ഇന്ന് കൽത്തപ്പം ഉണ്ടാക്കിയത് നല്ല അടിപൊളി കണ്ട് നമുക്ക് കിട്ടിയേക്കണ്. ഓ ഗരം ഹേ क्या दिख रहा नहीं? शाम के टाइम पे खा लेना. अभी भी गरम है ये. नहीं ठंडा रहना असल. चाय गरम रहना ये नहीं, चाय गरम रहना ये ठंडा रहना ऐसा है.
അപ്പോൾ അതൊക്കെ കൽത്തപ്പം നമ്മൾ ചെറിയ കുക്കറിലാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടില്ല കൽത്തപ്പാട്ടോ. ആ क्या बोले कभी फिर गुड़ कभी कौन लेके आते था? नहीं इससे पहले भी अपन सुपरमार्केट से खरीदा गुड़ सुपरमार्केट से। हाँ तो गुड़ का प्रश्न होगा। गुड़ का प्रश्न नहीं, इससे पहले कैसा सही नहीं हुआ मालूम है? मेरा अम्मी गिर गया बोले तो उनको दवाखाने लेके जाने जा रहा था। नहीं वो उसमें दो तो मैं क्या करे जल्दी जल्दी बनाया तो मेरा अम्मी को 2 टुकड़ा लेके जाएंगे बोल के समझता, जल्दी हाई फ्लेम में लगा के कुकर में लगा, वो पूरा उसका अंदर नीचे जल गए। फिर पूरा मेरे को गुस्सा होकर पूरा निकाल दिया भाई, ऐसा करा। जो अभी थोड़ा देर लेट हो मैं अभी जाके आता हूँ, ठीक है? അപ്പോൾ ഇതാ നമ്മളെ കൽത്തപ്പൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എത്രയെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. ഇതാണ് നമ്മൾ സമയം ഏകദേശം 2 പടി. ജുമയൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പരാൾ ചോറുന്നുങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണ ഇരുത്തത്തിലാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിലേ ഈ ചേമ്പ് കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്രത്തോളം ഇതിൽ എന്താ നമ്മൾ വെച്ചിരുന്നു, ഇത്രത്തോളം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇതിലെന്തൊക്കെ ഇട്ടിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചേമ്പ് പല ആളുകളും ചേമ്പിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് 2 ചെറിയ ഉള്ളിൻ്റെ ഇതും ഫോൺ പേ സൗണ്ടിലാക്കാലാകാവും, കുറച്ച് 2 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2 മണി ചെറിയ ജീരകം തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം അരച്ചിട്ട് ഈ ചേമ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് വറവ് ഇടുകയാണ് കേട്ടോ ചെയ്യുക. ഓപ്ഷണലാണ്. വേണ്ട ആളുകൾ ചെറിയ ഉള്ളിയും കടുകും ഇട്ടാണ്ട് തോന്നിച്ചു, അല്ലാത്ത ആളുകൾ വെറും കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യൽ. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കിയതൊരു വെറൈറ്റിയാണ് കേട്ടോ. ആദ്യം കുറച്ച് പരിപ്പ് എടുത്തിട്ട് നല്ലോണം വേവിച്ചു. കുക്കറിലൊന്നും വേവിച്ചിട്ടില്ല, ഇതിൽ തന്നെയാണ്. അതാണ് ഈ പരിപ്പിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണണം, നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? അങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ലോണം വേവിച്ചിട്ട് അതിക്ക് 2 തക്കാളി ഇട്ടു. തക്കാളി ഇട്ടുങ്ങാണ്ട് അതേപോലെ തന്നെ നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം 2 പച്ചമുളകും ഇട്ടെടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ഇത്തിരി മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ട് നല്ലോണം വേവിച്ചിട്ട് ഞാൻ എന്താട്ടി ചേമ്പ് ഇട്ടെടുത്തു. ആദ്യം പരിപ്പ് തീമച്ചിട്ടാണ് ചേമ്പൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ ചേമ്പും ചേനയൊന്നും തൊടാത്ത ആളാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് ചൊറി വരും ചേമ്പും ചേനയൊക്കെ തൊട്ടാൽ. ഇതന്നെ ഞാൻ നന്നാക്കിയിട്ട് റഹ്മാനായ റബ്ബേ ചൊറിഞ്ഞും മതി നിന്നിട്ട് എൻ്റെ കയ്യുമ്പ് കൂടിയൊക്കെ ആകെ ചൊറിഞ്ഞിട്ടൊക്കെ അത് കാണുന്നുണ്ടോ ഇവിടെയൊക്കെ ഈ മാക്സിൻ്റെ കുറച്ച് താഴെയൊക്കെ ആയിട്ട് ചുവപ്പ് ഇതൊക്കെ ആയിട്ട് കാണുന്നുണ്ടോ. അപ്പോൾ എന്താ പറയുക കറണ്ട് ഇതിൻ്റെ ഫ്ലാഷ് പോയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ചേമ്പ് ഇതിലിട്ട് കൊടുത്തിട്ട് ഇത്തിരിയും കൂടി മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ് അതിലേക്ക് എന്താ പറയുക കുറച്ച് പുളി ഒഴിച്ചത് കുറച്ച് നല്ലോണം പുളി മുന്തി നിൽക്കണം കേട്ടോ. എരിവ് നല്ലോണം മുന്തി നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ എരിവ് വയ്ക്കണമെങ്കിൽ നമുക്കിത് തിന്നണോടത്ത് വലിയൊരു സുഖം കിട്ടൂല. അപ്പോൾ പുളിയാണെങ്കിലും കണ്ടമാനം ഓവറാവണ്ട, ഒരു മീഡിയം സൈസൊക്കെ ആയിട്ട് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം പുളി. ഇനി പൊടി നല്ലോണം പറ്റാത്ത ആളുകൾക്കാണെങ്കിൽ അത്രയും കുറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലോണം അത് ഇളക്കി കൊടുത്തിക്കണമെങ്കിൽ ഈ കറി ഈ കോലത്തിൽ ഇങ്ങോട്ടാവും. പക്ഷേ ഇതിനൊന്നും കൂടി ഒരു ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഏകദേശം എൻ്റെ കറി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുത്തപ്പോൾ നല്ലതാ ഈ ഒരു കുറുക്കായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കറിവേപ്പിലയും കടുകും ഇട്ടിട്ട് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് അതിലിട്ട് വറവിട്ടതാണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ സൈഡായിട്ട് എന്തെങ്കിലും ഉണക്കൽ മീനോ വെച്ച് ചമ്മന്തിയോ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ചേമ്പിൻ്റെ ഒരു കഷ്ണം സൈഡായിട്ടും ഈ ഒരു പിന്നെ കറിയും കൂട്ടി അങ്ങോട്ട് ചോറുന്നുണ്ടല്ലോ. എൻ്റെ അമ്മ പറയണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.